അതേസമയം സുപ്രീം കോടതിയിൽ നിന്ന് താൽക്കാലിക ആശ്വാസം ലഭിച്ചതോടെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ തയ്യാറെടുക്കുകയാണ് നടൻ സിദ്ദിഖ്. പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ച് സിദ്ദിഖിന് ഉടൻ നോട്ടീസ് നൽകുമെന്നാണ് വിവരം. ഇത് ലഭിച്ചാൽ ഉടൻ സിദ്ദിഖ് ഹാജരാകും. കഴിഞ്ഞ ദിവസമാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് സുപ്രീം കോടതി അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞത്. 2 ആഴ്ചത്തേക്കാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. ഇടക്കാലാശ്വാസം ലഭിച്ച സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി കാണാമറയത്ത് തുടരുന്ന സിദ്ദിഖ് ഒളിവ് ജീവിതം അവസാനിപ്പിക്കുമെന്നാണ് വിവരം. തൽക്കാലത്തേക്ക് അറസ്റ്റ് ഭീഷണി ഇല്ലാത്തതിനാൽ ചോദ്യം ചെയ്യലിന് സന്നദ്ധനാകാനാണ് സിദ്ദിഖിന്റെ നീക്കം. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ച് പ്രത്യേക അന്വേഷണ സംഘം സിദ്ദിഖിനുടൻ നോട്ടീസ് നൽകിയേക്കും. ഇത് കൈപ്പറ്റിയാലുടൻ സിദ്ദിഖ് ഹാജരാകും. ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തായതിനാൽ അവിടെയായിരിക്കും ചോദ്യം ചെയ്യലെന്നാണ് സൂചന. 3 ദിവസം കഴിഞ്ഞിട്ടും നോട്ടീസ് കിട്ടിയില്ലെങ്കിൽ സ്വമേധയാ ഹാജരാകുന്നതിനെക്കുറിച്ചും സിദ്ദിഖ് അഭിഭാഷകരുമായി കൂടിയാലോചന നടത്തുന്നുണ്ട്. ബലാത്സംഗ കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് സിദ്ദിഖ് ആദ്യം മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെ ഒളിവിൽ പോയ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.